ഈ കാര്യങ്ങൾ ആവശ്യമാണെങ്കിലും കൂടുതലായാൽ ചിലപ്പോൾ മൈഗ്രെയിൻ വരാം. ഒന്ന്, ഉറക്കം. പ്രോപ്പറായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ മൈഗ്രെയിൻ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ കൂടുതലായിട്ട് ഉറങ്ങിയാലും മൈഗ്രെയിൻ വരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ബോഡിയിലെ ഫങ്ഷൻസ് എല്ലാം ഒരു ഇന്റേണൽ ക്ലോക്കിനെ ബേസ് ചെയ്താണ് നടക്കുന്നത്. ഇതിനെയാണ് സിർക്കാഡിയൻ റിതം എന്ന് പറയുന്നത്. കുറെ നേരം ഉറങ്ങുമ്പോൾ ഈ സിർക്കാഡിയൻ റിതത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാവാം. സോ നോർമൽ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ്, അതായത് ഡൈജഷൻ, ഹോർമോൺ റിലീസ് എന്നിവയൊക്കെ അത് ബാധിക്കാം. ഇത് മൈഗ്രെയിനിലേക്ക് ലീഡ് ചെയ്യാം. രണ്ട്, ആഹാരമാണ്. പലപ്പോഴും വിശന്നിരിക്കുമ്പോൾ പല ആളുകൾക്കും മൈഗ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നതും ശ്രദ്ധയിൽപ്പെട്ടു. ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉള്ളവരിൽ മൈഗ്രെയിൻ കോമൺ ആയിട്ട് കാണാറുണ്ട്. ഓവറായിട്ട് ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരിൽ അസിഡിറ്റി, നെഞ്ചരിച്ചൽ, പൊടിച്ചതകറ്റൽ, കോൺസ്റ്റിപ്പേഷൻ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവാം. ഇതുകൊണ്ടും മൈഗ്രെയിൻ വരാൻ ചാൻസ് ഉണ്ട്. മൂന്നാമത്, വ്യായാമമാണ്. റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുന്നത് മൈഗ്രെയിൻ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. എന്നാൽ കൂടുതലായി എക്സസൈസ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഇതുവരെ വ്യായാമം ഒന്നും ചെയ്യാത്തവര് ആദ്യമേ തന്നെ ഹെവി ആയിട്ടുള്ള വർക്കൗട്ട് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫിസിക്കൽ സ്ട്രെയിൻ കൊണ്ട് മൈഗ്രെയിൻ വരാം. സോ പ്രോപ്പറായ ട്രീറ്റ്മെന്റിനോടൊപ്പം 6 മുതൽ 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 9 മണിക്കൂർ വരെ സുഖമായിട്ട് ഉറങ്ങാം. കറക്റ്റ് ടൈമിൽ കുറച്ചളവിൽ ഇടവിട്ട് ഹെൽത്തി ആയ ഫുഡ് കഴിക്കുക. റെഗുലറായി എല്ലാ ദിവസവും ഒരു ഫിക്സ്ഡ് ടൈം വ്യായാമം ചെയ്യുക. മൈഗ്രെയിനിനെ പറ്റി കൂടുതൽ അറിയുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.